നമ്മൾ ഇന്നിവിടെ പവർ ബി ഐ എന്ന് പറയുന്ന ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ഡാറ്റ വിഷ്വലൈസേഷൻ ടൂളിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പം പവർ ബി ഐ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ആരാണ് പവർ ബി ഐ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടായിരിക്കാം പവർ ബി ഐ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. പവർ ബി ഐ മെയിൻ ആയിട്ടും അനലിസ്റ്റുകളാണ് യൂസ് ചെയ്യുന്നത്. അതായത് ബിസിനസ് അനലിസ്റ്റ്, ഡാറ്റ അനലിസ്റ്റ് പോലുള്ളവരാണ് കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? അതായത് ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, ഒരു അനലിസ്റ്റിന്റെ ജോബ് റോൾ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്താ? ഒരു ഡാറ്റ, ആ ഡാറ്റ സർവീസ് ബേസ്ഡും ആയിരിക്കാം, പ്രൊഡക്റ്റ് ബേസ്ഡും ആവാം. ഓക്കെ, അങ്ങനെയുള്ള ഡാറ്റയെ കളക്ട് ചെയ്യുക. കളക്ട് ചെയ്യുന്നത് എന്താ? ഡിഫറെന്റ് സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ട്രാൻസ്ഫോം ചെയ്യുക. ട്രാൻസ്ഫോം മീൻസ് ആ ഡാറ്റയെ ക്ലീൻ ചെയ്യുക. അത് കഴിഞ്ഞ് ക്രിയേറ്റ് വിഷ്വലൈസേഷൻ. ഇവിടെയാണ് നമ്മൾ പവർ ബി ഐ എന്ന് പറയുന്ന ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത്. ക്രിയേറ്റ് വിഷ്വലൈസേഷൻ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളുടെ ആ ഒരു റിപ്പോർട്ടിൽ നമ്മൾ എന്താ വിഷ്വലൈസേഷൻ, അതായത് കുറെ ചാർട്ടും ഗ്രാഫും മെട്രിക്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ പവർ ബി ഐ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആ ഡാറ്റയെ അനലൈസ് ചെയ്യാം, കിട്ടിയ ഇൻസൈറ്റ്സ് ഷെയർ ചെയ്യാം. ഇതാണ് ഒരു അനലിസ്റ്റിന്റെ റോൾ എന്ന് പറയുന്നത്. ഓക്കെ, ആ അനലിസ്റ്റിന്റെ ജോബ് ഇതാണ്. അപ്പം ഇതിന് പവർ ബി ഐ ഭയങ്കര റോള് വഹിക്കുന്നുണ്ട്, മീൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട് പവർ ബി ഐ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന കുറച്ച് ടോപ്പിക്സ് നോക്കാം. ആദ്യം വരുന്നത് എന്താണ് സെൽഫ് സർവീസ് ബിസിനസ് ഇന്റലിജൻസ്, പിന്നെ എന്തുകൊണ്ടാണ് പവർ ബി ഐ യൂസ് ചെയ്യുന്നത്, വാട്ട് ഈസ് പവർ ബി ഐ, വാട്ട് ഈസ് പവർ ബി ഐ യൂസ്ഡ് ഫോർ, പവർ ബി ഐ പ്രോസസ് ഫ്ലോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിലാദ്യം വരുന്നതാണ് സെൽഫ് സർവീസ് ബിസിനസ് ഇന്റലിജൻസ്. അപ്പൊ പവർ ബി ഐനെ നമ്മൾ ഒരു സെൽഫ് സർവീസ് ബിസിനസ് ഇന്റലിജൻസ് എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടായിരിക്കാം? ഇപ്പം സെൽഫ് സർവീസ് എന്ന് പറയുന്നത് എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, പവർ ബി ഐ എന്ന് പറയുന്ന ഈ ഒരു ഡാറ്റ വിഷ്വലൈസേഷൻ ടൂൾ കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആണ്. ഇപ്പം ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, നമ്മളിപ്പോ പൈത്തൺ അങ്ങനെയുള്ള ടൂൾസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പൈത്തൺ ഒക്കെ എന്താ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പം അതിന് കോഡിങ്ങിന്റെ ആവശ്യം വരുന്നുണ്ട്. അപ്പൊ നമ്മൾക്കൊരു എന്താ കോഡിങ്ങിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ പൈത്തൺ ഒക്കെ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും യൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പം ഇവിടെ പവർ ബി ഐ എന്ന് പറയുന്നത് ഒരു നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ബിസിനസ് യൂസേഴ്സിന് പോലും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് യൂസേഴ്സ് ഡോണ്ട് ഹാവ് എ ബാക്ക്ഗ്രൗണ്ട് ഇൻ ബി ഐ ഓർ റിലേറ്റഡ് ഫംഗ്ഷൻ സച്ച് ആസ് ഡാറ്റ മൈനിങ്, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആൻഡ് ഡാറ്റ സയൻസ്. ഓക്കെ, അപ്പം ഏതൊരാൾക്ക് പോലും ഒരു നോൺ ടെക്നിക്കൽ ഫീൽഡിൽ നിന്ന് വരുന്ന ഒരാൾക്ക് പോലും പവർ ബി ഐ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ബെനിഫിറ്റ്സ് ഓഫ് പവർ ബി ഐ ഫോർ യുവർ ബിസിനസ്. അതിൽ കുറച്ചധികം പോയിന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്താ പവർ ബി ഐ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള കുറച്ച് ബെനിഫിറ്റ്സ് അതെന്ന് പറയുന്നത് എന്താ? നമുക്കിപ്പോ പവർ ബി ഐ ഫ്രീ വേർഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതെന്താ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. പിന്നെ സ്കെയിലബിലിറ്റി മീൻസ് നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഡാറ്റ മോഡലിംഗ്, അതായത് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാം. പിന്നെ എനി വേർഡ് എനി ഡിവൈസ് accessibility, നോ ഡെഡിക്കേറ്റഡ് ടെക്നിക്കൽ സപ്പോർട്ട് നീഡഡ്. പിന്നെന്താ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഇപ്പം എന്താ പവർ ബി ഐയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനേബിൾസ് കൊളാബറേഷൻ ആൻഡ് ബിഗ് ഡാറ്റ അനാലിസിസ്, പേഴ്സണലൈസ്ഡ് ഡാഷ്ബോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സ്, സിംഗിൾ പ്ലാറ്റ്ഫോം അനാലിറ്റിക്സ് ഇന്റർഫേസ്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ബെനിഫിറ്റ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പവർ ബി ഐയും ടാബിളും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. ഇപ്പം ഈ ഒരു ഗ്രാഫിൽ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, പവർ ബി ഐയുടെ ട്രെൻഡ് ടാബ്ലോനേക്കാളും കുറച്ച് കൂടിയാണ് നിൽക്കുന്നത്. 2019 മുതലുള്ള ഡാറ്റയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിലെന്താ ടാബ്ലു എങ്ങനെയാണോ മുമ്പ് ഉണ്ടായിരുന്നത്, ഏകദേശം അതുപോലൊക്കെ തന്നെയാണ് ഇപ്പോഴും ആ ഒരു ട്രെൻഡ് ലൈൻ കാണിക്കുന്നത്. പക്ഷെ പവർ ബി ഐയുടെ എങ്ങനെയാ? പവർ ബി ഐയുടെ കുറച്ചും കൂടി ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ടാബ്ലു എന്ന് പറയുന്നത് എന്താ? ടാബ്ലു ഒരു ഡാറ്റ വിഷ്വലൈസേഷൻ ടൂൾ തന്നെയാണ്.